ചെരുപ്പ് തിരിച്ചിട്ടോണ്ട് വരല്ലേ കേട്ടോ. ചെരുപ്പ് തിരിച്ചിട്ടോണ്ട് വരല്ലേ. ചെരുപ്പ് ഇട്ടപ്പോ ഇന്ന് ക്ലാസ് ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പോകുന്നേ? പോവണേ. രാവിലെ ഉണ്ട് ക്ലാസ്സില്ല. ഭയോ നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഗുഡ് ഗേൾ. നാളെ എണീറ്റ് വന്ന് രാവിലെ ക്ലാസ്സില്ല. നാളെ എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ എണീറ്റ് വരുന്ന. ഇന്നെന്ന് വെച്ചാൽ ഇത് ഇപ്പം അപ്പാ എനിക്കറിയില്ല. പൊക്കോ മോൻ പൊക്കോ. അപ്പ എപ്പോഴേലും വന്നോളും. പൊക്കോട്ടോ. ടാറ്റാ. അപ്പ വന്നോളും. പൊക്കോ. മുടിയൊക്കെ ഒന്ന് ചെയ്യുക. അതില്ല. അവിടെ ഒരു കമ്പ് കിടന്നു. അതൊക്കെ ചവിട്ടിയപ്പോൾ അത് അവിടെ കണ്ടില്ലേ, അത് കറങ്ങിപ്പോയി കാലപ്പോ. കഴിച്ചൊന്നുമില്ലെന്ന് നീയാണ് തീരുമാനിക്കുന്നത്. പോയില്ല, കൺമാനില്ല. ബസ്സാ ഇല്ല, നാരായണ ഇല്ല. വാ, ഏത് ബസ്സാ? ഇങ്ങോട്ട് വാ. നിന്റെ അല്ലല്ലോ. ഇല്ല, അവളില്ല. ഇല്ല, പനിയാ പനി. നിന്റെ അല്ല, പനിയാ പനിയാ. നാരായണ നിന്റെ ബസ് ഇത് കഴിഞ്ഞാ വരുന്നത്. ഇപ്പൊ പോയാണ്ടല്ലേ? ഉണ്ട്. എന്നാ എന്നാ പോണ്ട. ആ, നീ കണ്ടില്ലല്ലേ ഓപ്പറേഷൻ കാല്. പാല് വൈകിട്ട് മേടിക്കാം. നിന്റെ വണ്ടി എന്നാ താമസിക്കുന്നത്? വെറും ഓ, അത് കുഴപ്പമില്ല. എൻ്റെ കുറെ ഇരിപ്പുള്ള ചുമ്മാ ഇരിക്കുക. അതെ അതെ, ഞാൻ പറഞ്ഞില്ല, അത് നോക്കിയിട്ട് വേണമായിരുന്നു. ടിവിയുടെ ബോർഡൊന്നും അങ്ങനെ വരത്തില്ല പെട്ടെന്ന്.
കഴിച്ചോ രാവിലെ? ഇല്ല കഴിച്ചില്ല. ഇപ്പൊ കഴിക്കാൻ സമയമായില്ലടി, നീ സ്കൂളിൽ പോകുന്നുണ്ടോ? നിനക്കറിയത്തില്ലേ? ആ ഇതെല്ലാം മുണ്ടക്ക കട. ആ മുണ്ടക്ക. അവരുടെ അവിടെ ഒരു ടി വി ഉണ്ടായിരുന്നു, എന്നിട്ട് ഡിഷും. ഇപ്പം അത് കിട്ടുന്നില്ലായിരുന്നു. ഡിഷിന് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ അത് കിട്ടാൻ വന്നപ്പോഴത്തേനും വന്ന് നോക്കിയാൽ പറഞ്ഞ് അതിൻ്റെ ടി വി കംപ്ലൈൻറ്റാണ്, ബോർഡ് മാറണമെന്ന് പറഞ്ഞു. പക്ഷേ ബോർഡിൻ്റെ അല്ലായിരുന്നു, കേബിളിൻ്റെ ആയിരുന്നു. ഞാൻ പോയി നോക്കിയിട്ട് ചുമ്മാ ഇത് കേബിളിൻ്റെ ആണെന്ന് അറിയാൻ വേണ്ടി ഒരു കേബിൾ കൊടുത്തു. എന്നിട്ട് അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേനും ഇത് കേബിളിൻ്റെ കുഴപ്പമായിരുന്നു. അവൻ ടി വി അഴിപ്പിക്കാൻ നോക്കി. അതിന് വേണ്ടി ഓടിക്കയറ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതായത് ചെറിയ പൈസ 100 രൂപ തീരേണ്ട കേസിന് 1000, 3000, 4000 ഒക്കെ മുടപ്പിക്കും വെറുതെ. അത് അവന് പണിയെടുക്കാനായിട്ടാണ്. അതുകൊണ്ട് ആർക്കല്ല, അവനും വലിയ ലാഭമൊന്നുമില്ല. ഇത്രയും പൈസ അവന് കിട്ടുന്നതാണോ? അല്ല, വെറുതെ പോവും. അത് പണിയുടെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു സാവകാശം ഇല്ലാത്തതുകൊണ്ട് പറ്റുന്നതാണ്. അരമണിക്കൂർ മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വരെ പറ്റുള്ളൂ. വാഗമൺ നേരെ. അപ്പം വാഗമണ്ണല്ലേ? വാവലാണോ അത്? തമിഴ്നാട്ടിൽ നിന്ന് നടന്നു വരുന്നവരാ. കഴിഞ്ഞ ദിവസമൊക്കെ ശബരിമല വൻ തിരക്കാം. എന്നെ ഒരു ടീം വിളിച്ചായിരുന്നു. എന്നാൽ പാല് തന്നേക്കുവാണെ കൊണ്ടുപോയേക്കാം. ആ ഞാൻ പറഞ്ഞപ്പോ 2-3 ദിവസം കാണാതെ എന്തെങ്കിലും പറ്റിയിട്ടാണ്. ചേച്ചി പിള്ളേർ അവിടെയാണ്? അല്ല, വന്നു കഴിഞ്ഞ് 2 ദിവസമായി വന്നിട്ട്. വർക്കല. ആ
നീലേശ്വരത്തുനിന്ന് എന്നെ ഇടയ്ക്ക് വിളിക്കുന്ന ഒരു വിളിച്ചായിരുന്ന അവർ വന്നിട്ട് 6 പേരുണ്ടായിരുന്നു. 2 പിള്ളേരും ഉണ്ടായിരുന്നു അതിനകത്ത്. എന്നിട്ട് അവർ ശബരിമല പമ്പ വന്നിട്ട് നിലയ്ക്കേ വന്ന ഒരു ദിവസം നിന്നു. എന്നിട്ട് ആ പമ്പയിലോട്ട് വിട്ടെ. അവർ ടോക്കണൊക്കെ എടുത്തിട്ട് വന്നവരാ. പമ്പ വന്ന ഒരു ദിവസം നിന്നിട്ടും കയറ്റി വിട്ടില്ല. എന്നിട്ട് അവർ തിരിച്ചു പോയി. അപ്പോൾ എന്നെ വിളിച്ച് എന്തെങ്കിലും വഴിയുണ്ടെന്ന് ചോദിച്ചു. ഞാനെന്നാ ചെയ്യാനാ, അത്യാവശ്യം 2-3 ഐഡിയ പറഞ്ഞു കൊടുത്തു. പക്ഷെ അതൊന്നും അങ്ങോട്ട് ശരിയായില്ല. 1 2 പേരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി കാണിക്കാം. കുറേ ആൾക്കാരുള്ളപ്പോൾ പാടാം. വൈകിട്ട് ശാംഭവിയായിട്ട് പാലുമടിയിലൊക്കെ വലിയ പാടാണ്. ഇന്ന് നാരായണി പോകാത്തതുകൊണ്ട് അവൾ മേടിക്കത്തൂല. അപ്പം ഞാൻ തന്നെ മേടിക്കണം. അതുകൊണ്ട് രാവിലെ മേടിച്ച് എന്തെങ്കിലും ഒരു ചടങ്ങോ പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ ഫ്രീ ആകും. പക്ഷെ ഞാൻ അന്നേരം ഫ്രീ ആകില്ല. അത് മൊത്തം ചെയ്തു തീരാൻ നല്ല സമയമെടുക്കും. ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ബിസിയാകുന്നത്. ഒരു തരത്തിലും അനങ്ങാൻ പറ്റാതിരുന്നു. വീഡിയോ ചെയ്യുക, ഉറങ്ങുക, വീഡിയോ ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇത് തന്നെ പരിപാടി. അതിനിടയ്ക്ക് ഇതുപോലെ ഓരോ കാര്യങ്ങളും കൂടെ വരുമ്പം സമയം പോവും. ഒരുമാതിരി ഒരു കാലാവസ്ഥയാണ്. മറ്റേ ക്യാമറയിലൊക്കെ ഫുള്ള് വീഡിയോ ആയതുകൊണ്ട് അത് എടുക്കുന്നില്ല. ഇപ്പം 2 ദിവസമായിട്ട് ഇല്ലേ? ഇല്ലല്ലോ അല്ലേ? ചാക്ക് ഞാൻ എടുത്തു നമ്മളെല്ലാം തരാനുണ്ടോ? പ്രധാനമായിട്ട് പോകണം. അതൊന്നും ചെയ്യത്തൊന്നുമില്ല. ചുമ്മാ ചേട്ടാ ചന്തല്ലേ നല്ല ചന്തമാണെങ്കിലും നല്ലതാണെങ്കിലും തുറന്നില്ല. ഞാൻ വേറെ അടുത്തൊക്കെ പോകുമ്പോൾ തുറന്നുണ്ട്. ഇവിടുന്ന് കൊടുത്തിരുന്നുള്ളൂ. മാറി ഇറക്കാം ഞാൻ തൊട്ടോളാം. ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ദിവസം ചന്ദനം തൊട്ട് വാങ്ങാൻ കൊച്ചോ?
സ്കൂളിൽ പഠിക്കുമ്പോ കൊച്ചല്ലേ? ആ കൊച്ച് ആ. ഇപ്പോൾ ഒച്ച. സിംബ പോകോ, വീട്ടിൽ പോ. ആരാ എടുത്തു? ഓ ഓ വിളിച്ചിട്ട് കൊടുക്കുന്നില്ല. അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. ഇപ്പൊ ഒന്ന് നാളെ പറഞ്ഞാൽ മതി. പണി അതിനിപ്പോൾ കുറച്ച് സെറ്റാകണ്ടേ. ടേസ്റ്റും കണ്ടു കഴിഞ്ഞാൽ നമ്മളിട്ടാന്ന് പറയും. പ്ലാസ്റ്റിക് എടുക്കാൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വഴിക്ക് താഴെ പോകുന്നതാണ്. പോണേ. നാരായണി വരുന്ന സമയമാണ് ബസ്. ആ എന്നാ ആ ഒന്നുണ്ടോ? ഉണ്ട്. വ്യാഴ്ച 5 മണിയാകുമ്പോൾ വരും, 5:30 വരും. ഓട്ടം വിളിക്കാനൊക്കെ ആളെ നിർത്തിക്കോണം. ഇപ്പോൾ ഭയങ്കര നിങ്ങൾക്ക് 40, വേറെ 50 രൂപ.
പോട്ടെ 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 നീ എന്നാണ് വരുന്നത്? നീ ബ്ലോക്ക് ആയിപ്പോയോ? സ്ഥലമുണ്ട് നല്ല. മേളിൽ ചെല്ലുമ്പോൾ എല്ലാം തന്നെ നടുവിന് പൊക്കാൻ കൊടുത്തേക്കുന്നത്. ഇനി അതും കൂടെ എടുത്തിട്ട് നല്ല കുറെ തിരുമ്പി തന്നിരിക്കുക. കൊച്ചു പൂമ്പാറ്റേ എല്ലാരും എന്നെ ഈ ബസ് വണ്ടി ഇരിക്കുന്നവരെല്ലാം എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നേ. എൻ്റെ കളറോ? ഡ്രസ്സിൻ്റെ കളർ പച്ചയല്ലേ? ഈ കളറോ? പിന്നെ ഞാൻ താമസിക്കുന്നത് ഒരു വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. സ്കൂൾ ബസ് വരാൻ ഇച്ചിരി താമസിക്കും. അതിങ്ങോട്ട് വന്ന് ആര് പറഞ്ഞ ആ വളം അവർക്ക് പാട്. ഞാനൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെ ഇരിക്കുന്നേ? നീ തന്നെ ചെയ്ത ഇതെല്ലാം. ഇങ്ങനെ പിടിക്കണ്ടേ? നീ ചെയ്ത് തന്നാ ഇത്. ഇതൊക്കെ എന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്നെ കുറ്റം പറഞ്ഞാൽ ശരിയാവത്തില്ല. ഇല്ല വരുന്നു. വരുന്നില്ലേ? എക്കടോ ഉണ്ടാതെ ഞാനിവിടെ വന്നാ കുളിച്ച് അമ്പലത്തിൽ പോയോ? പോയോ? ഇന്ന് ആദ്യ ബർത്ത്ഡേയാ? അതന്നെ വിടില്ല കേട്ടോ. എന്തോ ആദ്യ ബർത്ത്ഡേയാ? 6 ബർത്ത്ഡേ അല്ല. കേറിപ്പോ കഴിച്ചിട്ടിരിക്കുവാണ്. കണ്ടോ സ്നാക്സ് കഴിച്ചോണ്ട് ഈ ബസ്സായിരിക്കുമ്പോ സ്നാക്സ് കഴിച്ചോണ്ട് വരും. അപ്പൊ വായിലും ഇങ്ങതാ കിട്ടിയില്ല. എന്റെ ഫോൺ എന്തേ?
നമ്മളെ സ്കൂളിൽ കണ്ട ഇന്നും തിരിച്ചിട്ടു ചെരുപ്പ്. ഇന്നാ രണ്ട് ചെരുപ്പ് ഒരുപോലെ ട്രാഫിക്ക് ഇറങ്ങുമ്പോ അമ്മ ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇല്ല, നാളെ ക്ലാസ്സില്ല. ഓക്കെ, ഇന്നുണ്ട്, നാളെ ഇല്ല. ഇച്ചിരി വെള്ളം വേണോ? വരുന്നില്ല, ഇവിടെ നിൽക്കുമല്ലേ ഭിത്തി പിടിച്ച്. ഞാൻ പൊക്കോട്ടെ. ഞങ്ങള് പൊക്കോട്ടെ. അത് കഴിച്ചോട്ടെ, കഴിച്ചോളാൻ പറ. വീട്ടിൽ പോടി, അലമ്പുണ്ടാക്കാതെ പിടിച്ച് ഞാനുണ്ടല്ലോ. വേണ്ട. സെന്റർ തള്ളിയാ മതിയായിരുന്നു, ഞെക്കിയാ മതി. ഒരു സെൻറ്റർ ഞെക്കിയിട്ടാ തള്ളിയത്. എന്നെ തള്ളിയിട്ട് അനങ്ങുന്നില്ല. പിന്നെ ഞാനായിരുന്നു സാധാരണ എപ്പോഴും അടയ്ക്കുന്നതല്ലേ. അത് ചിലപ്പോൾ ലോക്കായി പോകുന്നതാണ്. ഇതെന്നാ? അത് ചെടി. എന്താ? ചെടിപ്പൂ. ചെടിപ്പൂ. അവിടെ വീട്ടില് നീ വരുന്ന നോക്കിയിരിക്കുക. ഞാൻ ചായ ഇടാമോന്ന് വെച്ചാ ചോറിന്റെ ചോറിനപ്പം തുണി ഇളക്കുവാണോ? എവിടെ? ഇവിടെ എന്താണൊക്കെ? തോട്ടാണോ? തലക്ക് തീരുന്നില്ല. നേരെ പോലെ പെട്ടെന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ടോ താമസം. ആകാശത്ത് ഒരു നല്ല മൂടലുണ്ട്, പക്ഷെ മഴയില്ലെന്ന് തോന്നുന്നു. ശ്രീലങ്കയൊക്കെ എങ്ങാണ്ട് മഴയാ. ഇന്ന് മൂടി നിൽക്കുന്നുണ്ടോ? ആകാശം ഫുള്ള് മൂടി. രാവിലെ കുറച്ചിങ്ങനെ വരുന്നുണ്ടായിരുന്നു മേഘങ്ങൾ. ഇപ്പം നോക്കി നിറഞ്ഞ് ഫുള്ള് നീല കളർ പോയി. കഴിച്ചോ? കഴിച്ചോന്ന് അമ്മ എന്തിനാ? വിളിക്കണ്ട, ഞാൻ അറിയാതെ വിളിച്ചത്. അമ്മ വല്യമ്മ ഇവിടെ ഉണ്ട്. ആ, അടുക്കളല. അപ്പോൾ വീട്ടിൽ ചെന്നിട്ടേ വെള്ളം കുടിക്കണം അല്ലേ? പിന്നല്ലേ ഇന്നില്ല. ആയിക്കോട്ടെ, ഞാൻ തുറക്കാം. എമ്പാന്തി കഴിച്ചോ?
അമ്മയാ അമ്മേ ഇവിടെ ഒന്ന് സെറ്റ് ആക്കോ, അവളെ ഒന്ന് സെറ്റ് ആക്കാൻ. എന്താ പണി? സെറ്റ് ആക്ക്. സിംബ വരുന്ന അടുത്തുണ്ട് അടുത്ത് ഉറപ്പണിയൊന്നുമില്ല, എന്റെ ദേഹം നന്ദാ. അതെല്ലാം ഇത് ഇരിച്ചേട്ടാ, കൊച്ചിനൊക്കെ ഇടിക്കല്ലോ കേട്ടോ. കൊച്ചിൻ്റെ അടുത്തോട്ട് പോകത്തില്ല, ഇത് സ്നേഹമുള്ളവരുടെ അടുത്തേ പോകത്തുള്ളൂ. കൊച്ചു സ്നേഹമില്ലേ അല്ല അവള് എന്നാ ഇതിനെ അടുപ്പിക്കുകയല്ലാത്തതുകൊണ്ട് അവളുടെ അടുത്ത് പോകത്തില്ല. കിട്ടിയ നാരായണൻ്റെ അടുത്തും നിൻ്റെ അടുത്തും വരും. കല്ലുകൊണ്ട് ഇടിക്കുന്ന പോലെ. ഭയങ്കര ഇതാണ് ഇപ്പം വേദന ഇടിച്ചിരിക്കുന്നത്. ഇതിനെ അഴിച്ചപ്പോഴോ കേട്ടു കേട്ടോ. കിടക്കോടെ കിടക്കേ.